നിങ്ങൾ തന്നെ പറയാം, നമ്മുടെ ചെലവിൽ സൂക്ഷിക്കാൻ പറ്റിയിട്ട് ഇവനെയൊക്കെ ജയിലിലേക്ക് കൊണ്ടുണ്ടാക്കണോ? പിഞ്ചു കുഞ്ഞിന്റെ ജീവനില്ല തട്ട് നിനക്കെന്നെ കിട്ടി? ഒന്നും കിട്ടിയില്ല. നിനക്കിനി ജയിലിൽ കഴിയാം. ജയിലിൽ കഴിയില്ല, നിന്നെ കഴിവ് പറ്റണം. ഇവിടെയുള്ള ഓരോ മലയാളികൾക്ക് നിന്നെ കൊത്തി അരിയാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ നിയമം അതിന് അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയില്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നിന്റെ നിയമത്തിന്റെ വഴിക്ക് തന്നെ കൊണ്ടുപോകും. എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ കണ്ടൊരു വാർത്ത എല്ലാ മീഡിയസിലും ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും നമ്മളെ വിഷമിപ്പിച്ച അത്രയും വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകം. അതിക്രൂരമായി, അതിദാരുണമായി രണ്ടാനച്ഛന്റെ കൈകൊണ്ട് ആ പിഞ്ചു ജീവൻ പൊലിഞ്ഞു. നമ്മളെ എല്ലാവരെയും കരയിപ്പിച്ച, അതേപോലെ തന്നെ ആ പ്രതിയെ കൊല്ലണമെന്ന് തോന്നാത്ത ഒരാൾ പോലും ഈ കേരളത്തിൽ ഉണ്ടാവില്ല. കാരണം അത്രയധികം ക്രൂരമായിട്ടായിരുന്നു അയാൾ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞത്. എന്തായാലും പ്രതിയെ പോലീസുകാർ വാടക വീട്ടിൽ, അയാൾ താമസിച്ചിരുന്ന, അയാളും ഭാര്യയും ഈ മരിച്ചുപോയ കുട്ടിയും താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് വന്നു തെളിവെടുപ്പ് നടത്തിയ സമയത്ത്, അവിടുന്ന് പോരുന്ന സമയത്ത് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം കാണിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നും തോന്നിയില്ല. ജനവികാരം അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കായാലും നിങ്ങൾക്കായാലും അങ്ങനെ തന്നെ തോന്നുള്ളൂ. അവന് 2 കൊടുക്കണം, അവനെ അടിച്ച് കൊല്ലണം. പക്ഷെ എന്ത് ചെയ്യാം, നിയമം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. പക്ഷെ സാധാരണയായിട്ട് ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരും. എന്തായാലും ആ പ്രതിയെ കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വീണ്ടും അടിക്കുന്നു, ശക്തമായി മുഖത്തടിക്കുന്നു, ശക്തമായി അതിലേക്ക് കൂടി കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഷ്കറിനെ വീണ്ടും നേരെ കയ്യേറുകയാണ്. കയ്യേറി ചെയ്യാൻ ശ്രമിക്കുന്നു പോലീസ്. അവരെ വളരെ തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞാണ്. ആളുകൾ വീണ്ടും അടിക്കുന്നു, ശക്തമായി മുഖത്തടിക്കുന്നു, ശക്തമായി അടിക്കുകയാണ്. വളരെ പ്രയാസപ്പെട്ടാണ് അഷ്കറിനെ കൊണ്ടുപോകുന്നത്. ഇതൊരു ചെറിയ വഴിയാണ്. ആ വഴിയിൽ ഉള്ളിലോട്ട് കവർ ചെയ്ത് 2 വശങ്ങളിലും ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഇവരെ 2 രംഗത്ത് തടഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് പറ്റുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് 2 വശങ്ങളിലും നിൽക്കുന്ന ആളുകൾ നാട്ടുകാരുടെ വികാരം കണ്ടല്ലോ. ഇവനൊക്കെ കിട്ടി അടിച്ച് കൊന്നു കളയണം തന്നെ എല്ലാവരും വിചാരിക്കുള്ളൂ. ഇപ്പൊ ഞാനും ആയാലും നിങ്ങളായാലും. കാരണം ഒരു കുഞ്ഞിനോട് കാണിക്കാൻ പറ്റുന്ന ക്രൂരത, അതിനൊക്കെ ഒരു പരിധിയില്ലേ. അതിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് 51 മുറിവ്, ആകപ്പാടെ ഇത്രയുള്ള ശരീരത്തിൽ 51 മുറിവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ജനനേന്ദ്രിയ അടക്കം, കാലിന്റെ അടിവരെ സിഗരറ്റ് വെച്ച് പൊളിച്ചിട്ടുണ്ട്. എന്ത് ക്രൂരതയാണ് ഈ ചെറിയ പ്രായത്തിനടക്ക് അങ്ങനെ കൊല്ലാക്കൊല ചെയ്ത് കൊന്നുകളഞ്ഞ. ഇവനൊക്കെ മാക്സിമം കിട്ടുന്ന ശിക്ഷ വധശിക്ഷ ആണല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അതിന് മുകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അതിപ്പം നാട്ടുകാർക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. പോലീസുകാർക്കും അത് നാട്ടുകാർ ചെയ്യുന്ന കൈകെട്ട് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നാട്ടുകാർ ആവുന്നത് പോലെ സഹകരിച്ചിട്ടുണ്ട്. കൊടുക്കാനുള്ളത് പറ്റാവുന്നത് മുഖത്തും പുറത്തൊക്കെ ആയിട്ട് കിട്ടുന്ന പാങ്ങിന് വെച്ച് അടി കൊടുത്തിട്ടുണ്ട്. എന്നാലും അത് പോരാ. ഇവനും ഇവന്റെ ഭാര്യയും ഒട്ടും മോശമല്ല. ഒരു അമ്മയുടെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവിച്ചുകൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾക്ക് അമ്മയാൻ പറ്റില്ല. ഇതിന് കരുതൽ വേണം, സ്നേഹം വേണം, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടായിരിക്കണം. ഒരു അമ്മയുടേതായ മക്കളോടുള്ള വാത്സല്യവും ഇതൊന്നുമില്ല. അവർക്ക് മനസ്സാക്ഷി എന്ന് പറയുന്നതില്ല. ഈ പിഞ്ചുകുഞ്ഞിന്റെ അമ്മ അഖിലയുടെ ആദ്യ ഭർത്താവാണ് അഖിൽ. അപ്പം അഖിലും തമ്മിലുള്ള ദാമ്പത്യത്തിലുള്ള അവരുടെ ബന്ധത്തിലുള്ള കുട്ടിയാണ് ഈ അർഷീദ് എന്ന് പറയുന്ന 1.5 വയസ്സുകാരൻ. അപ്പം ഈ കുഞ്ഞിന്റെ അച്ഛൻ അഖിൽ മരിച്ചുപോയി. അഖിൽ മരിക്കുന്നതിന് മുമ്പ്, ഒരു 2 മാസം മുമ്പ് ഇവർ തമ്മിൽ എന്തോ പിണങ്ങി അഖിലെ വീട്ടിലേക്ക് വരികയും അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ അഖിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. എന്താണ് കാരണമൊന്നും അറിയില്ല. അതിപ്പോൾ പോലീസ് ഇനിയുള്ള ദിവസങ്ങൾ ആ കാര്യങ്ങൾ കൂടെ അന്വേഷിക്കുന്നതായിരിക്കും. അങ്ങനെ വന്ന് വീട്ടിൽ താമസമാക്കി. അങ്ങനെ ഒരു കുറച്ച് കാലം കഴിഞ്ഞു, കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീടാണ് ഈ പറയുന്ന പ്രതിയായ അഷ്കർ, രണ്ടാനച്ഛൻ പ്രതിയായ അഷ്കറുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ അവിടെ ഒരു വാടക വീട്ടിൽ, കരിക്കുടിയിലെ ഒരു വാടക വീട്ടിൽ താമസമാക്കി. ഒപ്പം കുഞ്ഞു. തുടക്കം മുതലേ ഈ അഷ്കർ എന്ന് പറയുന്നതിന് ഇവന് കുഞ്ഞിനെ ഇഷ്ടമല്ല. അവൻ അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്.
ഈ അവർ അവിടെ താമസിച്ചിരുന്ന കാലയളവ് മുഴുവൻ ഈ പിഞ്ചു കുഞ്ഞിന് മാക്സിമം അവനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അവനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഒഴിവാക്കണം എന്നൊരു കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ക്രിമിനലാണ്, പക്ക ക്രിമിനലാണ്. ഇവന്റെ ചരിത്രം എടുത്ത് നോക്കി തന്നെ അറിയാം. ഇവന്റെ മുൻ ഭാര്യ ആമിന, അവരെ ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല കേസുകളും പ്രതിയാണ് ഇയാൾ. ഒരു തരത്തിൽ ഒരു ദൈവം അർഹിക്കാത്ത ക്രിമിനലാണ്. ഇവന് മാക്സിമം ശിക്ഷ എന്താണോ അത് കൊടുക്കുക. വധശിക്ഷ മാക്സിമം കൊടുക്കാൻ പറ്റുന്നതാണ്, അത് തന്നെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിന് കൂട്ടുനിന്ന ഇവന്റെ ഭാര്യയാക്കില്ല. ഇത്രയും കാലം ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് അതിന് യാതൊരു പരാതിയില്ല, ആരോട് പറഞ്ഞിട്ടില്ല, ആരെയും അറിയിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവർക്കും ഇതിൽ താല്പര്യമില്ല, ഇതിനെ ഒഴിവാക്കാനായിരിക്കും അവർ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഒരമ്മയ്ക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും? ഒരു കുഞ്ഞിനോട് ചെയ്യാവുന്നതിന്റെ ഒരു പരിധിയില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുഞ്ഞിന്റെ ഇരു കൈകളും ഒടിഞ്ഞ നിലയിൽ നമ്മൾ കണ്ടു. നമ്മൾ കാണുന്ന ഫോട്ടോസിലൊക്കെ തന്നെ ഈ കുഞ്ഞിന്റെ ഇരു കൈകളും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കെട്ടിത്തൂക്കിയിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം അത്രയ്ക്കും ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 51 മുറിവുകൾ, കുഞ്ഞിന്റെ ശരീരത്തിൽ പുതുതും പഴയതുമായിട്ട് 51 മുറിവുകൾ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കാലം ആ ചെറിയ ശരീരമാണ്, കൊച്ചു ശരീരമാണ്. ഒരു വലിയ ശരീരത്തിൽ പോലും ഇത്രയും മുറിവുകൾ കാണുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ജനനേന്ദ്രിയത്തിൽ പോലും മുറിവുണ്ടായിട്ടുണ്ട്. അത് എന്ത് ക്രൂരതയായിരിക്കും? ഇവനെ നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇതിന് വല്ല അമ്മത്തൊട്ടിലോ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളിലോ കൊടുക്കായിരുന്നില്ലേ, ഉപേക്ഷിക്കായിരുന്നില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ തന്നെ സമാനമായ കേസുകൾ മുൻപ് നടന്നിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കടൽ ഭിത്തിയിൽ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊന്നു, കാമുകനോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞിന്റെ അമ്മ. അങ്ങനെ പല പല കേസുകളുണ്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന അമ്മമാര്. അപ്പോൾ ഇത് ഇവിടെ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇതിന് ശരിയായ രീതിയിലുള്ള ശിക്ഷ നൽകാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ അത്രത്തോളം വളരാത്തത് കൊണ്ടാണെന്ന് തന്നെ വേണം പറയാം. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ശിക്ഷ നടപ്പിലാക്കും. ഇവിടെ ഒരു കൊല ചെയ്താൽ തന്നെ എത്രയോ വർഷങ്ങളോളം ഇതിങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നമ്മുടെ ചെലവിൽ ജയിലിൽ സുഖവാസം, നമ്മൾ ടാക്സ് അടക്കുന്ന പണമാണല്ലോ ഇവർക്ക് അവിടെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ചെലവിൽ ജയിലിൽ ചെന്ന് സുഖവസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നിയമത്തിന്റെ ഒരു സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. എന്ത് തന്നെയായാലും ഏറ്റവും അർഹിച്ച ശിക്ഷ രണ്ടാൾക്കും, ഈ കുട്ടിയുടെ അമ്മയ്ക്കെതിരെയുള്ള കേസ് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും മാക്സിമം ശിക്ഷ കിട്ടട്ടെ, കുഞ്ഞിന്റെ ആത്മാവിന് മോശം കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.